أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام را تلك آيات الكتاب وقرآن مبين وربما يود الذين كفروا لو كانوا مسلمين. 14-ാമത്തെ ജുസാണ് റുബമ. ഈ ജുസ് തുടങ്ങുന്നത് സൂറത്ത് ഹിജറിൻ്റെ 2-ാമത്തെ വരി മുതലാണ്. അപ്പം സൂറത്തുൽ ഹിജറിൻ്റെ ഒരു വരി 13-ാമത്തെ ജുസിലും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഒരായത്ത് 13-ാമത്തെ ജുസിലും ബാക്കിയുള്ള ആയത്തുകളെല്ലാം തന്നെ 14-ാമത്തെ ജുസിലുമാണ്. 94-ാമത്തെ ഏകദേശം 94-ാമത്തെ ആയത്ത് നിന്ന് മനസ്സിലാകുന്നത് ഇത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്ത് തങ്ങൾ പ്രവാചകത്വം നൽകി അയക്കപ്പെട്ടതിൻ്റെ തുടക്ക സമയത്ത് തന്നെ അവതരിപ്പിക്കപ്പെട്ട സൂറത്തായിട്ടാണ്. അപ്പോൾ ആദ്യ തുടക്കം എന്ന് പറയുമ്പോൾ ആദ്യം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം വളരെ രഹസ്യമായ പ്രബോധനങ്ങളായിരുന്നെങ്കിലും ശേഷം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരസ്യമായി പ്രബോധനം നടത്താനുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം വന്നു. അപ്പോൾ ഈ സൂറത്തിലൂടെയാണ് പരസ്യ പ്രബോധനം നടത്താനുള്ള തീരുമാനം വരുന്നത്. സൂറത്തിൻ്റെ തുടക്കം ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ള വിഷയമാണ് പറയുന്നത്. ശേഷം ഒരു കാര്യം പറയുന്നത്, സത്യനിഷേധികൾ ഒരു സമയം വരുമ്പോൾ അവരാഗ്രഹിച്ചു പോകും, ഞങ്ങൾ വിശ്വാസികളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അതാണ് ഈ ജുസുവിൻ്റെ തുടക്കമുള്ളത്. റുബമാ യവദ്ദുല്ലദീന കഫറു. അവരാഗ്രഹിച്ചു പോകും. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും എല്ലാം നേരിട്ട് കാണുമ്പോഴത്തേക്ക് അവരാഗ്രഹിച്ചു പോകും, ഞങ്ങൾ എന്തായിരുന്നുവെങ്കിൽ വിശ്വാസികളായിരുന്നുവെങ്കിൽ എത്രയോ നന്നായേനെ. പിന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച പല രീതിയിലും ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. നബിതങ്ങൾ മഅദല്ല മജ്നൂനാണ്, ഭ്രാന്തനാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജ്യോത്സ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൂറത്തിൻ്റെ 17-ഉം 18-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ ആക്ഷേപങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. ശേഷം കുഫറിന് കാരണം, സത്യനിഷേധത്തിൻ്റെ യഥാർത്ഥ കാരണം അഹങ്കാരമാണ്. ഒരു മനുഷ്യൻ്റെ ധിക്കാരവും അഹങ്കാരവുമാണ് അവനെ സത്യനിഷേധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൂറത്തിലുടനീളം ഇബ്ലീസിൻ്റെ സംഭവങ്ങളാണ് കൂടുതലായിട്ട് പരാമർശിക്കുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു, സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ തയ്യാറാകാതുണ്ടായിരുന്ന കാരണം എന്താണ്? ഇബ്ലീസിൻ്റെ അഹങ്കാരമാണ്. അപ്പോൾ അഹങ്കാരത്തിൻ്റെ പേരിൽ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അപ്പോൾ അതാണ് ഈ സൂറത്തിൽ കൂടുതൽ ഈ വിഷയം എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെ നന്മയിലേക്ക് അതുപോലെ തന്നെ സത്യത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തുന്നതിന് തടയുന്ന അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ അത് അവൻ്റെ അഹങ്കാരമാണ്. ശേഷം പിന്നെ ഇതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ലൂത്ത് നബിയുടെയും, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ലൂത്ത് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബിയുടെ സഹോദരൻ്റെ മകനാണ്. അതുപോലെ തന്നെ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇതും സൂറത്തുൽ ആറാഫിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരുടെയൊക്കെ സംഭവങ്ങൾ തന്നെ വീണ്ടും ചുരുക്കി ഗുണപാഠം കിട്ടാൻ വേണ്ടി വളരെ ചുരുങ്ങിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ശേഷം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കളെയും സമാശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും പാഴല്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ ദഅവത്ത് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഇവർ ദീനിലേക്ക് വരുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്കൊരു നിരാശ വരും. നമ്മൾ ചെയ്ത ത്യാഗമെല്ലാം വെറുതെയായോ എന്നൊരു നിരാശ വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആയത്താണ്, നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും പാഴാകില്ല, അതിന് പ്രതിഫലം അള്ളാഹു നിങ്ങൾ നൽകുക തന്നെ ചെയ്യും. ഹിദായത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, നമ്മുടെ ഉത്തരവാദിത്വം പരിശ്രമമാണ്. അതുകൊണ്ട് ആ പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ഹിദായത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കില്ല. പക്ഷേ നമ്മുടെ പരിശ്രമം ഒരിക്കലും പാഴാകില്ല എന്നുള്ളത്. പിന്നെ ഈ സമൂദ് ഗോത്രം, ഇതിൽ പറഞ്ഞിരുന്നൊരു വിഷയമാണ് സാലിഹ് നബിയുടെ സംഭവം. അതിൽ സമൂദ് ഗോത്രക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഹിജ്ർ എന്ന് പറയുന്നത്. ആ പേര് വെച്ചുകൊണ്ടാണ് ഈ സൂറത്തിൽ ഹിജ്ർ എന്ന പേര് വന്നത്. അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, ബാക്കിയുള്ള ദൈവിക ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അതിനെ സംരക്ഷിക്കാനുള്ള ചുമതല ആ ഗ്രന്ഥക്കാർക്കാണ് അള്ളാഹു നൽകിയത്. അപ്പോൾ അവരുടെ ചുമതലയാണ് അത്. അവർക്കൊരു പരീക്ഷണമാണ്, അവരത് ചെയ്തില്ല, കാലക്രമേണ അതിനകത്ത് കൈകടത്തലുകൾ വരുത്തി. അപ്പോൾ അതവർക്കൊരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അതിലവർ വിജയിച്ചില്ല. അങ്ങനെ അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ വഹിയിലെല്ലാം അവർ കൈകടത്തലുകൾ നടത്തി, അതിനകത്ത് ഒരുപാട് മാറ്റിമറിക്കലുകളെല്ലാം ഉണ്ടാക്കി.
പക്ഷെ ഖുർആൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, നാം ആണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്, അതുകൊണ്ട് നാം തന്നെ ഇത് സൂക്ഷിക്കും. അപ്പോൾ ഈ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ഈ ഖുർആൻ മനഃപ്പാഠമാക്കാൻ അള്ളാഹു ഏറ്റവും എളുപ്പമാക്കിയിരിക്കുകയാണ്. സമുദായത്തിൽ നമ്മുടെ ഉമ്മത്തിലെ ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് വളരെ സ്വന്തം ഭാഷയിലെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേജ് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ പോലും പരിശുദ്ധ ഖുർആൻ മിൻ അവ്വലിഹി ഇലാ ആഖിരി, ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഹിഫ്ദ് ചെയ്യുന്നു. ഈ ഖുർആൻ ഇനി ഈ ഭൂമുഖത്ത് ഒരു കോപ്പി പോലും അവശേഷിക്കാത്ത രീതിയിൽ ശത്രുക്കൾ മാതല്ല അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞാൽ പോലും അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മുടെ മക്കളെ കൊണ്ട് ഈ പുതിയ ഖുർആൻ അത് ഇറങ്ങിയതുപോലെ തന്നെ അതിൻ്റെ ഒരു വള്ളി പുള്ളി തെറ്റാതെ അവർക്ക് വീണ്ടും അത് എഴുതി തയ്യാറാക്കാൻ കഴിയും. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിലെ ഹാഫിളൂൻ എന്ന വാക്കിൽ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം തന്നെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഹിഫ്ള് ചെയ്യിക്കാൻ എളുപ്പമാക്കിയിരിക്കുന്നു. ഹിഫ്ളിലൂടെ അള്ളാഹു അതിനെ സംരക്ഷിക്കും എന്ന് തന്നെയാണെന്ന് മുഫസ്സിരീങ്ങൾ അത് പറഞ്ഞു തരുന്നുണ്ട്. ശേഷം ശൈത്താന്മാർ ആകാശത്തേക്ക് കടന്നു പോകും. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അവർ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. പക്ഷെ ഒന്നാം ആകാശത്തിൻ്റെ അടുത്തെത്തുമ്പോൾ മലായിക്കത്തുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ കേട്ടിട്ട് അത് തിരിച്ചു വന്ന് തങ്ങളുടെ സമുദായത്തിന് കുറച്ച് അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഇട്ട് പറയും. അപ്പോൾ കുറേയൊക്കെ ശരിയാവും, കുറേയൊക്കെ തെറ്റാവും. അപ്പോൾ ഈ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ പൂർണ്ണ രൂപം ഇൻഷാ അല്ലാഹ് സൂറത്തു ജിന്നിൽ ഇതിൻ്റെ പൂർണ്ണ രൂപം വരുന്നതായിരിക്കും. അവിടെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. സൂറത്തു നഹൽ മക്കി സൂറത്താണ്. ഇതിലെ പ്രധാന പ്രമേയം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് എണ്ണി പറയുകയാണ്. അത് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരുപാട് അനുഗ്രഹങ്ങളെ ഇതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് സൂറത്തു നിഅം എന്നും പേരുണ്ട്, സൂറത്തു നഹലിന്. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന സൂറത്ത്. അപ്പോൾ അറബി മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സൃഷ്ടിച്ചവൻ അള്ളാഹു ആണ് എന്ന വിശ്വാസം അവർക്ക് ഉണ്ട്. എങ്കിലും അവർ വിഗ്രഹങ്ങളെ എന്ത് ചെയ്യുമായിരുന്നു? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ അള്ളാഹുവിനെ പങ്കാക്കുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിനോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യും? വിഗ്രഹങ്ങളെയും ഇബാദത്ത് ചെയ്യും. അപ്പോൾ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക. അത് തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതിന് അള്ളാഹുവിൻ്റെ ഓരോരോ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ, യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുക. അതാണ് ഈ സൂറത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൂറത്ത് അവതരിക്കുന്ന സമയത്ത് ഈ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടും ത്യാഗങ്ങളെല്ലാം ചെയ്യേണ്ടി വന്നു. ഹബിഷയിലേക്ക് ഹിജ്റ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശ്വാസം വാക്കുകൾ ഇതിൻ്റെ 41-42 ആയത്തുകളിൽ അവർക്ക് ആശ്വാസം നൽകുന്നതാണ്. മുഅ്മിനീങ്ങൾക്കിനി വിജയം വരാൻ പോകുന്നുണ്ട് എന്നും ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു അന്ത്യമുണ്ട്, അവർക്ക് വലിയ ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് റാഹത്ത് കിട്ടും എന്നുള്ള കാര്യവും ഈ സൂറത്തിൽ തന്നെ ഉണർത്തുന്നുണ്ട്. സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് പിന്നെ ശരീഅത്തിൻ്റെ കുറച്ച് വിധിവിലക്കുകളെ സംബന്ധിച്ചും പരാമർശിക്കുന്നുണ്ട്. ചില നിയമങ്ങൾ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ചെയ്യേണ്ടതായ മുസ്ലിമീങ്ങൾക്ക് പാലിക്കേണ്ടതായ ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങളെ സംബന്ധിച്ചും ഈ സൂറത്തിൽ ഉണർത്തുന്നുണ്ട്. ഈ നിയമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമത്തുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലത്ത് അല്ലാഹു തേനീച്ചയെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ തേനീച്ച, അറബിയിൽ തേനീച്ചയ്ക്കാണ് നഹൽ എന്ന് പറയുന്നത്. അപ്പോൾ തേനീച്ച കാടുകളിൽ പോയി തേൻ ശേഖരിച്ചു വരുന്ന ആ സംഭവം ഇതിൽ പറയുന്നത് കൊണ്ട് ഈ സൂറത്തിന് സൂറത്തുൽ നഹൽ എന്ന പേര് വന്നിരിക്കുന്നത്. സൂറത്തിൻ്റെ തുടക്കം അത്താ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹ്. മക്കാ മുശ്രിക്കീങ്ങൾ എപ്പോഴും മുസ്ലിമീങ്ങളെ പരിഹസിക്കുമായിരുന്നു. ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷ വരുമെന്ന് പറഞ്ഞു. എവിടെ ശിക്ഷ? ഇതുവരെ ശിക്ഷ കണ്ടില്ലല്ലോ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുകയാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അത് വരിക തന്നെ ചെയ്യും. ഇവിടെ അത്താ അംറുല്ലാ എന്ന് വെച്ചാൽ വന്നു എന്നാണ്. ഇത് അറബി പ്രയോഗമാണ്.
വരാൻ പോകുന്ന ഒരു കാര്യം അത് ഉറപ്പാണ് എങ്കിൽ അതിനെന്ത് ചെയ്യും? ഭൂതകാലത്തിലെ പ്രയോഗം പ്രയോഗിച്ചുകൊണ്ട് പറയാറുണ്ട്. അപ്പോൾ ആ ശിക്ഷ വന്നു എന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക, എന്ന് വെച്ചാൽ അത് വരിക തന്നെ ചെയ്യും. ഫലാ തസ്തഅ്ജിലൂഹു, അതുകൊണ്ട് ധൃതിപ്പെടേണ്ടതില്ല. നിങ്ങളത് ധൃതിപ്പെടേണ്ടതില്ല, അത് തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യും. അത് ദുന്യാവിൽ വെച്ച് തന്നെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാഫിര്യങ്ങൾക്കെതിരെ വിജയം കൊടുക്കുകയാണ്. അതിലൂടെ തന്നെ ദുനിയാവിൽ തന്നെ അള്ളാഹുവിൻ്റെ അദാബ് അവർക്ക് വരികയാണ്. അതുപോലെ തന്നെ ഈ കാഫിര്യങ്ങൾക്ക് ആഖിറത്തിൽ കാലാകാല പരാജയവും കാലാകാല അദാബും വരാൻ പോവുകയാണ്. ശേഷം അള്ളാഹു മൃഗങ്ങളെ തന്നുണ്ട അനുഗ്രഹങ്ങൾ, മൃഗങ്ങളെല്ലാം സൃഷ്ടിച്ചു മനുഷ്യന് വേണ്ടി. ആ രീതിയിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകിയത് പറയുന്നു. അതുപോലെ തന്നെ ആകാശത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല, ആകാശം എന്ന വാക്ക് അറബിയിൽ സമാ എന്ന് പറയും, പക്ഷേ അത് മുകൾ ഭാഗം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഇവിടെയൊക്കെ മുകൾ ഭാഗത്ത് നിന്നാണ് എന്ന പ്രയോഗമാണ്. അപ്പോൾ അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഴ വർഷിപ്പിച്ചു തന്നതായിട്ടും, അപ്പോൾ അതിൽ നിന്ന് സസ്യങ്ങൾ മുളയ്ക്കുന്നതും, അതുപോലെ തന്നെ ആ സസ്യങ്ങൾ തന്നെ ഓരോന്നിൻ്റെയും പേര് അള്ളാഹു എടുത്ത് പറയുകയാണ്. ജെയ്ത്ത്, അതുപോലെ തന്നെ ഈന്തപ്പനം, മുന്തിരി, മറ്റുള്ള പഴവർഗ്ഗങ്ങൾ എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ രാത്രി, പകല്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഇതെല്ലാം തന്നെ അള്ളാഹുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നു. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. ഇതെല്ലാം നമുക്ക് ചിന്തിച്ച് അള്ളാഹുലേക്ക് മടങ്ങാൻ കഴിയും. കാരണം അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ എണ്ണി എണ്ണി പറയുകയാണ്. അതുപോലെ തന്നെ സമുദ്രവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹം, സമുദ്രം നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. അതിലൂടെ നമുക്ക് മത്സ്യം എന്ത് ചെയ്യാം, മീൻ പിടിക്കാം. അതുപോലെ തന്നെ അതിൽ നിന്ന് നല്ല ഫ്രഷ് മാംസം അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ അതിൽ നിന്ന് മുത്തുകൾ നമ്മൾ എടുക്കുന്നു. ഇതും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ കപ്പലുകൾ നിങ്ങൾ കാണുന്നില്ലേ, സമുദ്രത്തെ കീറി മുറിച്ച് പോകുന്നത് പോലെ നമുക്കത് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഓരോരോ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, പർവ്വതങ്ങളെ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാട്ടിയത്, അത് ആ പർവ്വതങ്ങൾ ആ ഭൂമിയുടെ ബാലൻസിനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നാട്ടിയത്. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ, രാത്രി യാത്ര ചെയ്യുന്നവർക്ക് കൃത്യമായി വഴിതെറ്റാതെ യാത്ര ചെയ്യാനുള്ള സഞ്ചാരപാതകൾ ഒരുക്കാൻ വേണ്ടി നക്ഷത്രങ്ങൾ പണ്ട് കാലത്തുള്ളവർ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അതും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോന്ന് എണ്ണി പറയുന്നു. അവസാനം അള്ളാഹു പറയുകയാണ്, വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ എണ്ണാൻ നോക്കിയാൽ നിങ്ങളെ കൊണ്ടത് കാണാൻ കഴിയില്ല. അത്രമാത്രം. കാരണം നമ്മൾ എവിടെ കണ്ണോടിച്ച് നോക്കിയാൽ അവിടെ എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം, നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങും, നിങ്ങളുടെ പഴയ പാവങ്ങളെല്ലാം അള്ളാഹ് പുറത്തു തരുന്നവനാണ്. അത്രയും കരുണയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ശേഷം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി കൊടുക്കുകയാണ്, അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, മാത്രമല്ല അവരും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവർ അംവാത്താണ്, മരിച്ചുപോയവരാണ്, അവർക്ക് ജീവനില്ല, നിർജീവിക വസ്തുക്കളാണ്. അവർക്കറിയുന്നില്ല എപ്പോഴാണ് ബഅത്ത്, എപ്പോഴാണ് പുനർജീവിപ്പിക്കപ്പെടുന്നത് എന്നൊന്നും അവരറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ, അത് ഏക ആരാധ്യനാണ്. ഫല്ലദീന ലാ യുമിനൂന ബില്ലാഹിറ, ആഖിറം കൊണ്ട് വിശ്വസിക്കാത്തവർ, ഖുലൂബുഹുൻ മുൻകറത്ത്, അവരുടെ ഹൃദയങ്ങൾ ഒരു നിഷേധ സ്വഭാവമുള്ളതാണ്, ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ളവരാണ് വഹും മുസ്തക്ബിറൂന, അഹങ്കാരികളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമത്തുകളെ ഓരോന്നും പറഞ്ഞ് അത് എണ്ണിയാൽ നിങ്ങളെ കൊണ്ട് തിട്ടപ്പെടുത്താൻ കഴിയില്ല, അത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏക ഇലാഹായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ് ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവർ പറയുന്നൊരു വാക്കാണ്, ലൗഷാ അല്ലാഹു മാ അബദിന മിൻ ദൂനിഹി, മാ അബദിന മിൻ ദൂനിഹി, അള്ളാഹ് അല്ലാത്തവരെ ഞങ്ങൾ ഒരിക്കലും ആരാധിക്കില്ലായിരുന്നു അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അള്ളാഹിൻ്റെ തീരുമാനമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആരാധിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഇവരുടെ ഈ വാക്ക് ഒരു മറുപടി അർഹിക്കുന്ന വാക്കേ അല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വാക്ക് എടുത്ത് മറുപടി പോലും പറയുന്നില്ല. ഫഹൽ അല റുസുലി ഇല്ലൽ ബലാഗുൽ മുബീൻ, പ്രവാചകന്മാർക്ക് അവരുടെ ദൗത്യം എത്തിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ.
കാരണം ഒരു മറുപടിക്ക് പോലും യോഗ്യമായ വാക്കുകളോ അങ്ങനെയുള്ള വിമർശനങ്ങൾ പോലുമല്ല അവരാ വിമർശിക്കുന്നത് എന്നുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ ഉണർത്തുന്നുണ്ട്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി, അള്ളാഹു സുബ്ഹാനഹു വ തആല തേനിന് തോന്നിപ്പിച്ചു കൊടുക്കുന്ന കാര്യം, ഈ അനിത്തഖദി മിനൽ ജിബാലി ബുയൂത, അതിൻ്റെ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി. നമുക്കറിയാം തേനീച്ചയുടെ കൂട് അത് വലിയ വലിയ ഉയർന്ന സ്ഥലങ്ങളിലും വലിയ പാറകളിലും അങ്ങനെയുള്ള സ്ഥലത്ത് അതിന് കൂടുകൾ ഉണ്ടാക്കാൻ അള്ളാഹു തോന്നിപ്പിക്കുന്നു. വമിന ഷജരി, മരങ്ങളിലും കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടി അതിന് തോന്നിപ്പിക്കുന്നു. അപ്പം ഈ രീതിയിൽ കൂടുകൾ ഉണ്ടാക്കാൻ തോന്നിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു അവർക്ക് തോന്നിപ്പിക്കുകയാണ് എല്ലാ പഴങ്ങളിൽ നിന്നും അതിൻ്റെ റിസ്ക് അതിന് എടുക്കാൻ വേണ്ടി. കുലി മിൻ കുല്ലി സമറാത്ത്, അപ്പം പൂക്കളിൽ നിന്ന് അതിന് തേൻ നുകർന്നെടുത്തു. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് അത് ശേഖരിക്കുന്നു. അതിൻ്റെ വയറിൽ വളരെ വ്യത്യസ്തമായ, അത് ഏതെല്ലാം പൂക്കളിൽ നിന്നാണോ തേൻ ശേഖരിക്കുന്നത് അതനുസരിച്ച് വ്യത്യസ്തമായ നിറങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഗുണങ്ങൾ, ഇതെല്ലാമുള്ള തേനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വയറ്റിൽ നിന്നും നമുക്ക് കൊണ്ടുതരുന്നു. അപ്പം ഈ തേനുകൾ നമ്മൾ കുടിക്കുന്നു, അതിനകത്ത് ഷിഫ ഉണ്ട്, എല്ലാ രോഗത്തിന് ശമനമുണ്ട്. രോഗത്തിന് ശമനം തേനിലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്. പിന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടം, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉംരി ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ, ഏറ്റവും അവസാന ഒരു ഘട്ടത്തിലേക്ക് അവനും എത്തും. അന്ന് കുഞ്ഞുങ്ങളെപ്പോലെ ആയിത്തീരും, അറിഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും മറന്നുപോകും. അപ്പോൾ കുഞ്ഞുങ്ങളെപ്പോലെ പെരുമാറുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യും, എത്തിപ്പെടും. അപ്പോൾ അതിനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ്? അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങണം, അത് നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ ചിന്തയിലായിരിക്കണം എന്നുള്ള കാര്യമാണ് ഈ ആയത്തുകളിലൂടെ എല്ലാം തന്നെ നമ്മളെ ഓർമ്മിക്കുന്നത്. അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ഉദാഹരണങ്ങളിലൂടെ അവരുടെ ശിർക്കുകളെ സ്ഥാപിക്കാൻ എപ്പോഴും തുനിയാറുണ്ട്. അപ്പോൾ അള്ളാഹു പറയുകയാണ്, ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇങ്ങനെ ഉദാഹരണങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഊമിക്കരുത്. അപ്പോൾ അവരുടെ ഉദാഹരണമാണ്, രാജാവ് എല്ലാ കാര്യവും തനിച്ച് ചെയ്യില്ല, അദ്ദേഹത്തിന് മിനിസ്റ്റർമാരുണ്ട്, മന്ത്രിമാർ മുഖേനയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ആരാധിക്കുന്ന ഈ ദേവകളും ദേവന്മാരും ഒക്കെ ഈ മന്ത്രിയുടെ, ഈ രാജാവിൻ്റെ മന്ത്രിമാരാണ് എന്ന രീതിയിൽ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ ഒരു രാജാവിനോട് ഉപമിക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെയും എതിർക്കുക, അതിനെയും നിരാകരിച്ചുകൊണ്ട് അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ വാദത്തെ തള്ളുകയാണ്. ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിന് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ എന്ത് ചെയ്ത് ഉപമിക്കരുത് എന്ന് പറയുകയാണ്. അതിനുശേഷം ഈ സൂറത്തിൻ്റെ 90-ാമത്തെ ഒരു സുപ്രധാന ആയത്ത്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, പരിശുദ്ധ ഖുർആൻ്റെ നന്മയും തിന്മയും എല്ലാം സമ്മേളിച്ച, എല്ലാം ഉൾക്കൊണ്ട ഒരു ആയത്താണ് പരിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്ത്. അതുപോലെ തന്നെ വലീദ് ബിൻ മുഗീറ പോലും ഒരു മുശ്രിക്കായിരുന്നിട്ട് പോലും ഈ ആയത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രശംസിക്കുകയുണ്ടായി. എത്രത്തോളം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ ഖുതുബയിൽ, എല്ലാ ഖുതുബയിലും ഖതീബന്മാർ ഈ ആയത്ത് ഓതുന്നതിനെ പ്രേരിപ്പിച്ചു. ഇപ്പോഴും എല്ലാ ഖതീബന്മാരും ഈ ഖുതുബയിലെല്ലാം ഈ ആയത്ത് ഓതുന്നതുമുണ്ട്. എന്താണ് ആയത്ത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ദുക്കും ലഅല്ലക്കും തദക്കറൂൻ എന്ന ആയത്താണ്. കാരണം ആദ്യം അള്ളാഹു കൽപ്പിച്ച കാര്യം പറയുകയാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നീതി എന്ന് പറയുമ്പോൾ വിശാലമായ ഒരു ആശയമാണ് അതിലുള്ളത്. അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പുലർത്തേണ്ട ഒന്നാണ് നീതി. ഇബാദത്തിൽ നീതി പുലർത്തുക, മറ്റ് എല്ലാ വിഷയങ്ങളിലും നമ്മൾ നീതി പുലർത്തുക. അതുപോലെ തന്നെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇടപാടുകൾ ഇതിലെല്ലാം നമ്മൾ പുലർത്തേണ്ട ഒന്നാണ് നീതി എന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് നീതി കൊണ്ട് അള്ളാഹു കൽപ്പിക്കുന്നു. രണ്ടാമത്തത് വൽ ഇഹ്സാൻ, ഉപകാരം ചെയ്യുക. അത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലത്തും ഇഹ്സാനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇഹ്സാൻ എല്ലാ അർത്ഥത്തിലും സൃഷ്ടികളോട്
എത്രത്തോളം ജീവജാലങ്ങളോട് പോലും ഇഹ്സാൻ ചെയ്യണം, ഏറ്റവും നല്ല രീതിയിലുള്ള പെരുമാറ്റം, അതാണ് ഇഹ്സാൻ. അപ്പം അത് ജീവജാലങ്ങളോടാണെങ്കിലും ശരി ഇഹ്സാൻ ചെയ്യാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്നു. അടുത്തത് ഈത്ത ഇതിൽ ഖുർബ, കുടുംബക്കാർക്ക് നൽകുക. പൊതുവേ ദാനധർമ്മങ്ങൾ നൽകുന്നത് നല്ലതാണ്, പക്ഷെ അതിൽ തന്നെ കുടുംബക്കാർക്ക് അവരെ കൂടുതൽ പരിഗണിക്കുക. അതിനകത്ത് കുടുംബ ബന്ധം ഊഷ്മളമാകും. അപ്പോൾ അതുകൊണ്ട് കുടുംബക്കാരെ കൂടുതലായി പരിഗണിക്കുക. അടുത്തതാണ് വയൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി. 3 കാര്യങ്ങൾ. ഒന്ന് ഫഹ്ഷ എന്ന് വെച്ചാൽ മ്ലേച്ഛമായ കാര്യങ്ങൾ, മോശത്തരങ്ങൾ. അത് ഉലമാക്കൾ പറയും നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ചാൽ അത് മോശമായിട്ട് കണക്കാക്കാവുന്ന കാര്യങ്ങൾ. മറ്റുള്ളവരെ അസഭ്യം പറയുക, അതല്ലെങ്കിൽ അങ്ങനെയുള്ള മോശമായ പ്രവർത്തികൾ ചെയ്യുക, അന്യൻ്റെ സ്വത്ത് അപഹരിച്ചെടുക്കുക, മോഷണം, ഇതെല്ലാം ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ തന്നെ മോശമാണ്. അതുപോലെ തന്നെ വൽ മുൻകർ, ഇതും തടയപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ശറഅ് കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതും മ്ലേച്ഛമാണ്, മോശത്തരമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതിരിക്കുന്നു, ഒരാൾ നമസ്കരിക്കാതിരിക്കുന്നു, ഇതെല്ലാം മുൻകറാത്തുകളാണ്. അപ്പോൾ ഇത് ഒന്ന് ശറഈ വീക്ഷണം അനുസരിച്ച് മോശമായത്, മറ്റൊന്ന് ബുദ്ധിപരമായി നോക്കുമ്പോൾ മോഷണമായത്. ഇതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടിനെയും എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്. അതുപോലെ തന്നെ വൽ ബഗി എന്ന് പറഞ്ഞാൽ അതിര് കടക്കുക, എന്തിനും അതിര് കടക്കുന്ന സ്വഭാവം, തെറ്റിലും തിന്മയിലൊക്കെ അതിര് കടക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ താഅത്ത്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനപ്പുറം ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവൻ ആ സർക്കിളിൽ നിന്ന് അതിര് കടന്നവനായി തീർന്നു. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ അത് യഥാർത്ഥ സ്ഥാനത്തിൽ നിന്ന് ലംഘിച്ചവും അത് അതിര് കടന്നവനായി തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബഗി, അതിര് കടക്കുന്നതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തടയുകയാണ്. ശേഷം യഇദുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഗുണപാഠം സിദ്ധിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ് എന്ന് പറയുന്ന ആയത്താണ് ഈ ആയത്ത്. അടുത്തതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഐഹിക ജീവിതം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതാണ്. അതിലൊരു ഉദാഹരണം വളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ ചില ഉലമാക്കൾ പറയുന്നുണ്ട് ഇത് മക്കയെ സംബന്ധിച്ചാണ്. എന്തായാലും വളരെ ശാന്തമായി, അതിന് എല്ലാ അർത്ഥത്തിലും അതിന് റിസ്ക്കെല്ലാം ആ സ്ഥലത്തേക്ക് എത്തുമായിരുന്നു. പക്ഷേ ആ നാട്ടുകാർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് തള്ളി. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിശപ്പിൻ്റെയും ഭയത്തിൻ്റെയും വസ്ത്രം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രുചിപ്പിച്ചു എന്ന് തുടങ്ങുന്ന ആയത്ത്. അപ്പം ഇതിൻ്റെ പേരിൽ, അള്ളാഹുവിനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ, അള്ളാഹുവിനെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും, അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തു. അതിന് പകരമായി വിശപ്പ്, അതായത് അവർക്കുള്ള വിഭവങ്ങളെല്ലാം അള്ളാഹു ക്യാൻസലാക്കി. അതുപോലെ തന്നെ ഭയം, ശത്രുക്കൾ ഏത് സമയത്തും നമ്മൾ ആക്രമിക്കുമെന്നുള്ള ഭയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇട്ടുകൊടുത്തു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ ഇത് മുമ്പ് സൂറത്തുകളിൽ വന്നതാണ്. രക്തം, പന്നിമാംസം, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമമല്ലാത്ത നാമം വെച്ച് അറുത്ത മൃഗങ്ങളെയും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യന് നിർവാഹമില്ല, വേറെ ഭക്ഷണമൊന്നുമില്ലാത്തൊരു സമയം, മരണം മുന്നിൽ കാണുന്നു, തൻ്റെ മുന്നിൽ ഭക്ഷണമായിട്ടൊന്നും തന്നെയില്ല, ഇപ്പോഴവൻ്റെ കയ്യിലുള്ളത് അള്ളാഹു നിഷിദ്ധമാക്കിയ ഈ വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിച്ചില്ല എങ്കിൽ മരിക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നത് എങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് കഴിക്കൽ അവൻ അനുവദനീയമാക്കിയിട്ടുമുണ്ട്. കാരണം മനുഷ്യൻ്റെ ജീവൻ വിലപിടിപ്പുള്ളതാണ്. അപ്പോൾ ആ ജീവൻ നിലനിർത്താൻ പറ്റുന്ന അളവിൽ അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നെ സ്വന്തമായി നമ്മളൊന്നും ഹറാമാക്കാനോ ഹലാലാക്കാനോ പാടില്ല. ബനു ഇസ്രായേലുകൾ ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. അതിനെക്കുറിച്ച് പിന്നെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അതിൽ അവരുടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഒട്ടകത്തിൻ്റെ മാംസം, അത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ എന്ത് ചെയ്താണ്, തനിക്ക് വേണ്ടി നിഷിദ്ധമാക്കിയതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വിഷയമാണ്. ഇതുപോലെ തൗറാത്തിൽ ബനു ഇസ്രായേലിന് മാത്രമായിട്ട് ഉള്ള ഒരു ഇതാണ്, ശനിയാഴ്ച ദിവസം എന്ത് ചെയ്യാൻ പാടില്ല, മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമം. അതും യഥാർത്ഥത്തിൽ ഇബ്രാഹിമി മില്ലത്തിലുണ്ടായിരുന്നതല്ല.
യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ മില്ലത്തിൽ ഉണ്ടായിരുന്നൊരു നിയമമല്ല. ശേഷം വന്ന ബനു ഇസ്രായേലിനാണ് ആ നിയമം കൊടുത്തത്. ശനിയാഴ്ച ദിവസം എന്ത് ചെയ്യാൻ പാടില്ല എന്ന്, മീൻ പിടിക്കാൻ പാടില്ല എന്ന്. പക്ഷേ അവിടെയെല്ലാം അവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ കൽപ്പനയെ ലംഘിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നെ ദഅവത്ത് ചെയ്യുന്നതിൻ്റെ മാതൃക അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. വളരെ യുക്തിയോടുകൂടെ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും നല്ല രീതിയിലായിരിക്കണം നമ്മൾ സംവാദം നടത്തേണ്ടത്. അതുപോലെ തന്നെ നല്ല ഉപദേശവും. അദ്ദേഹം നമ്മളൊരു വ്യക്തിയായിട്ട് സംവാദം നടത്തുകയാണെങ്കിൽ, ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ അള്ളാഹുവിലേക്കും അദ്ദേഹത്തെ ക്ഷണിക്കുകയാണെങ്കിൽ, അദ്ദേഹം നമ്മുടെ ശത്രുവാകാൻ പാടില്ല. നമ്മുടെ സംസാരത്തിന് ശേഷം നമ്മുടെ മിത്രമായി മാറണം. ആ രീതിയിലായിരിക്കണം നമ്മൾ അദ്ദേഹത്തിന് പ്രബോധനം ചെയ്യേണ്ടത്. അദ്ദേഹം തോറ്റുപോയി എന്ന ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അദ്ദേഹം ആ സംവാദം കാരണമായി പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നു, ഞാൻ വിജയിച്ചു എന്ന ഒരു ഫീലിംഗ് ആയിരിക്കണം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത്. അപ്പം നമ്മുടെ സംവാദം ആരെയും തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ അല്ല, മറിച്ച് എല്ലാവരെയും വിജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആയത്തിലൂടെ ഈ പരിശുദ്ധ ഖുർആൻ്റെ ഈ ജുസു ഏകദേശം പൂർത്തിയാകുകയാണ്. ഇനി അടുത്ത ജുസുലേക്ക് കടക്കുകയാണ്, 15-ാമത്തെ ജുസു.